രഹസ്യം പറയാം. 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കൊന്നത് പീഡകളുടെ മുമ്പിൽ നിൽക്കുന്ന അവിടുത്തെ ആളുകളാണെന്നാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ മത തീവ്രവാദികളാണെന്നാണ് വിചാരിച്ചത്. 8-ാം അധ്യായം പഠിച്ചാൽ മനസ്സിലാകും, മത തീവ്രവാദികളെ പ്രേരിപ്പിച്ച മാന്ത്രിക ശക്തിയെയും മന്ത്രവാദങ്ങൾ പുസ്തകങ്ങളെയും കത്തിക്കുന്നൊരുത്തം പുറത്തു വന്നു. എന്ന് വെച്ചാൽ അതുവരെ വെളിപ്പെടാതെ ഒരു മനുഷ്യനെ മുമ്പിൽ നിർത്തി ഒരു മനുഷ്യനെ തകർത്തു കളഞ്ഞു. എന്നാൽ രണ്ടാമത്തവൻ കയറി അടിച്ചത് മനുഷ്യനെ അല്ല, അവനെ പ്രേരിപ്പിച്ച സാധനത്തെ അടിച്ചതാ. രാവിലെ കർത്താവ് ഇടപെടുകയാണ്. വീരന്മാർ എഴുന്നേറ്റ് വരട്ടെ. നമ്മുടെ യുദ്ധം മനുഷ്യർക്ക് നേരെയല്ല, അദൃശ്യ ലോകത്തിന് നേരെയാ. അദൃശ്യ ലോകത്തിന് നേരെ അഭിഷേകത്തിൽ നിൽക്കാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിനക്കൊരു ദൂതുണ്ട്. നീ നിൽക്കുന്നിടത്ത് ദൈവം ചിലത് ചെയ്യും. അനോയിന്റിംഗ് ഉള്ളവർ, അനോയിന്റിംഗുമായിട്ട് ഈ ദൂത് കണക്ട് ആകുന്നവർ സമയം കളയാനില്ല, മണിക്കൂർ കളയാനില്ല. ഏതോ നിർണായകമായ ഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ വേർതിരിക്കുന്നെന്ന് ബോധ്യമുള്ളവർ, എന്റെ ദേഹത്തുള്ള അഭിഷേകം വെറുതെ കൈയടിച്ചു പോകുന്നതല്ല. എന്റെ ദേഹത്ത് കിടക്കുന്ന അനോയിന്റിംഗ്, എന്റെ ദേഹത്ത് കിടക്കുന്ന കോളിങ്, ഇവിടുത്തെ മാന്ത്രിക തലങ്ങളെ, ഇവിടുത്തെ പൈശാചിക തലങ്ങളെ, ഉണർവിനു വിരോധമായി കുഴി ഉണ്ടാക്കുന്ന സകല മേഖലകളെയും കത്തിക്കുന്ന അഭിഷേകം. സാന്നിധ്യം 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 ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു. നീ വെറുതെ ചാടി എഴുന്നേറ്റതല്ല, നീ വെറുതെ കൈയടിക്കുന്നതല്ല, നീ വെറുതെ കരയുന്നതല്ല. അതിന്റെ ഒരു അംശം നിന്റെ ദേഹത്ത് കിടപ്പുണ്ട്. നീ അറിയാത്ത ഒരു അഭിഷേകം നിന്റെ ദേഹത്ത് കിടപ്പുണ്ട്. നിന്റെ കൈയടി തൊടേണ്ടെടുത്ത് തൊടുന്നു, നിന്റെ പ്രസംഗം തൊടേണ്ടെടുത്ത് തൊടുന്നു, നിന്റെ അഭിഷേകം തൊടേണ്ടെടുത്ത് തൊടുന്നു. ഇതുവരെ